സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലും ലെബനോണിലെ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ ഇന്നലെ രാവിലെ 4 മണിക്ക് നിലവിൽ വന്നു. ലെബനോണിലെ ഹിസ്ബുള്ള എന്നെടുത്ത് പറഞ്ഞത് ഹിസ്ബുള്ള ലെബനോണിൽ മാത്രമല്ല ഉള്ളത് എന്നതുകൊണ്ട്. ഇത് ലെബനോൺ ഈ ട്രീറ്റിയിൽ, ഈ സീസ്ഫയർ ട്രീറ്റിയിൽ ഒപ്പിട്ടിട്ടുള്ളത് അമേരിക്ക, ഫ്രാൻസ്, ലെബനോൺ ആൻഡ് ഇസ്രായേലാണ്. ഹിസ്ബുള്ള ഇതിനകത്തൊരു പാർട്ടിയല്ല. കാരണം ഹിസ്ബുള്ളയ്ക്ക് ഇതിനകത്ത് ഒപ്പിടാൻ പറ്റത്തില്ല. അതൊരു തീവ്രവാദി ഭീകര സംഘടനയാണ്. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ട്രീറ്റിയാണ്. സ്വാഭാവികമായിട്ടും ലെബനോണിൻ്റെ ടെറിട്ടറിയിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാവുകയില്ല എന്നുറപ്പിക്കേണ്ട ചുമതല ലെബനോണാണ് എന്നുള്ളതാണ് ഈ ട്രീറ്റിയുടെ ഒന്നാമത്തെ കാര്യം. ലെബനോണാണ് ഇത് ഉറപ്പാക്കേണ്ടത്. അപ്പം അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉള്ളത്, ലെബനോൺ അത് ഉറപ്പാക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് മുന്നറിയിപ്പുകളില്ലാതെ ഇടപെടാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള സീസ്ഫയർ വയലേഷൻ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട് എന്ന് തോന്നിയാൽ തന്നെ ഇസ്രായേലിന് അതിൽ ഇടപെടാൻ സാധിക്കും. ഇത് ഈ സീസ്ഫയറിലെ ഒരു ഹൈലൈറ്റാണ്. എന്തുകൊണ്ട് സീസ്ഫയർ എന്നുള്ള ഒരു ചോദ്യം. എന്തുകൊണ്ട് സീസ്ഫയർ എന്നുള്ളതിന് ഒന്നാമത്തെ ഉത്തരം, ഇസ്രായേലിനോട് ചെയ്യാനുള്ള കാര്യമൊക്കെ അവർ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് ഇസ്രായേലിന് വളരെയേറെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു സീസ്ഫയറാണ്. ഒന്നാമത്തെ കാരണം, സീസ്ഫയർ ടേബിളിലേക്ക് ഇസ്രായേലിനെ പിടിച്ചു കൊണ്ടുപോയി എന്ന ഒരു തോന്നൽ ജനിപ്പിക്കുവാൻ ഇസ്രായേലിന് സാധിച്ചു. അവർ സീസ്ഫയറിൽ നിന്നും ആ ഒരു എഗ്രിമെന്റിൽ നിന്നും തീർത്തും വിട്ടുനിൽക്കുകയായിരുന്നു. അമേരിക്കയും ഫ്രാൻസും ലെബനോണും കൂടി ഇസ്രായേലിനെ പിടിച്ചു വലിച്ച് സീസ്ഫയർ ടേബിളിലേക്ക് കൊണ്ടുപോയതാണ് എന്നൊരു തോന്നൽ ജനിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന രാജ്യങ്ങൾക്കൊക്കെ എന്താ താല്പര്യം? അമേരിക്കയുടെ താല്പര്യം എന്ന് പറയുന്നത്, ജോ ബൈഡനെ സംബന്ധിച്ച് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അധികാരം ഒഴിഞ്ഞു പോകുന്നതിന് മുൻപ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കി എന്നുള്ള ഒരു ഗ്ലാമർ അദ്ദേഹത്തിന് വേണം. അതാണ് അദ്ദേഹത്തിൻ്റെ നിർബന്ധം. അത് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നുള്ളൊരു താല്പര്യമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. രണ്ടാമത്, ഫ്രാൻസിന് ഇവിടെ വലിയ ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഇത് ഓട്ടോമൻ എംപയറിൽ നിന്ന് ഈ ലെബനോൺ പ്രദേശം 1917 ഫസ്റ്റ് വേൾഡ് വാറിൽ ഫ്രീ ആക്കിയ ശേഷം ഈ സിറിയയും ലെബനോണും ഫ്രാൻസിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ സിറിയയും ലെബനോണും ഫ്രാൻസിൻ്റെ കീഴിലായിരുന്ന സമയത്ത് ഫ്രാൻസ്, നമ്മളുടെയൊക്കെ രാജ്യം ഒരു കോളനിയായിട്ട് ബ്രിട്ടൻ വെച്ചതുപോലെ അല്ല ഫ്രാൻസ് ഈ പ്രദേശങ്ങളെ ഭരിച്ചിരുന്നത്. ഫ്രാൻസിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഫ്രാൻസ് അതിനെ ഭരിച്ചിരുന്നത്. അപ്പോൾ ഫ്രാൻസിന് ഈ പ്രദേശങ്ങളിൽ വലിയ ഇൻഫ്ലുവൻസും ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. ഫ്രഞ്ച് ലാംഗ്വേജ് ലെബനോണിൽ എല്ലാവർക്കും അറിയുന്ന ഭാഷയാണ്. നമ്മളുടെ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കുന്നത് പോലെ അവരുടെ സ്കൂളുകളിൽ ഫ്രഞ്ച് മീഡിയം ഓഫ് എഡ്യൂക്കേഷനാണ്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനാണ്. അപ്പം അത് അത്രയും അടുപ്പമുണ്ട് ഫ്രാൻസിന് അവരുമായിട്ട്. ഏകദേശം 10,000 കോടി രൂപയുടെ ട്രേഡാണ് ഒരു വർഷം ലെബനോണുമായിട്ട് ഫ്രാൻസ് ചെയ്യുന്നത്. കൂടാതെ ഏകദേശം 23,000-ഓളം ഫ്രഞ്ച് സിറ്റിസൺസ് ലെബനോണിൽ താമസിക്കുന്നുണ്ട്. അത് അവരുടെ ബിസിനസ് ഇൻട്രസ്റ്റുകൾക്ക് വേണ്ടി ആണ് അവരവിടെ താമസിക്കുന്നത്. വലിയ എസ്റ്റേറ്റ് ഓണേഴ്സ് ആയിട്ടുള്ള ഫ്രഞ്ചുകാർ ഇപ്പോഴും ലെബനോണിൽ താമസമുണ്ട്. കൂടാതെ അവർക്ക് ബിസിനസ് ഇൻട്രസ്റ്റുകളുണ്ട്. അപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ അവിടെ ആദ്യം പേജർ ബോംബ് ആക്രമണത്തിന് തുടർന്ന് ഇസ്രായേൽ അവിടെ ഓപ്പൺ വാർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫ്രഞ്ച് പ്രസിഡന്റ് വളരെ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിനോട് നെതന്യാഹു വളരെ കടുത്ത ഭാഷയിൽ അദ്ദേഹം അത് പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ ഫ്രഞ്ച് ഇൻട്രസ്റ്റ്, അവരുടെ പണം അവിടെ ഒരുപാട് സ്റ്റേക്കിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ വാർ തീർക്കുക എന്നുള്ളത് ഫ്രാൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു താല്പര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ അത്രയും അധികം ഇൻട്രസ്റ്റ് എടുത്ത് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തലയൂരണം എന്നൊരു അവസ്ഥയിലാണ് അവരുണ്ടായിരുന്നത്. അപ്പോൾ അവരെ ലെബനീസ് ഗവൺമെൻറ് എടുത്ത് വന്ന് നിലവിളിക്കാൻ തുടങ്ങിയ സമയത്ത് ലെബനീസ് ഗവൺമെൻറ് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടു. കാരണം അവരെ സംബന്ധിച്ച് ഹിസ്ബുള്ള ഒതുങ്ങി കിട്ടി. ലെബനീസ് ഗവൺമെൻറ് ഹിസ്ബുള്ള ഒതുങ്ങുക എന്നുള്ളത് ഭയങ്കര ആവശ്യമായിരുന്നു. ഒരുപക്ഷെ ഇസ്രായേലിനേക്കാൾ കൂടുതൽ ആവശ്യം ലെബനീസ് ഗവൺമെൻറ്റിനായിരുന്നു ഇവരുടെ തലവെട്ടുക എന്നുള്ളത്. അപ്പോൾ അത് ലെബനീസ് ഗവൺമെൻറ്റിന് ആ ഒരു വലിയ സൗകര്യം കിട്ടി. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത്, ഈ കരാറിൻ്റെ ഭാഗമായിട്ട് ഒരു റിവറുണ്ട്, ദറ്റ് ഈസ് ലിറ്റാനി റിവർ എന്ന് പറയുന്ന ഒരു റിവർ. ഈ ലിറ്റാനി റിവർ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ അതിർത്തിക്ക് പാരലായിട്ട് ലെബനോണിൻ്റെ ഉള്ളിൽ കൂടി ഒഴുകുന്ന ഒരു വലിയ പുഴയാണ്. ഇത് ഏകദേശം എൻ്റയർ ബോർഡറിൽ ഈ ലിറ്റാനി റിവർ ഈ ലെബനോൺ ഇസ്രായേൽ ബോർഡറിന് പാരലായിട്ട് എൻ്റയർ ബോർഡറിൽ ഈ റിവറുണ്ട്. അപ്പോൾ ആ റിവറിൽ നിന്ന് വടക്കോട്ടേക്ക് മാറണം. ഈ ഹിസ്ബുള്ള അതിൻ്റെ ഒരു കാരണവശാലും ഹിസ്ബുള്ളയുടെ ഒരു പഠനം ഈ ഇതിൻ്റെ തെക്ക് ഭാഗത്തുണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ബോർഡറിൽ നിന്ന്
30 കിലോമീറ്റർ അപ്പുറത്തുകൂടിയാണ് ഈ നദി ഒഴുകുന്നത്. ആവറേജ് ഡിസ്റ്റൻസ് 30 കിലോമീറ്റർ ആണ്. ഇത് ബോർഡറിന് പാരലായിട്ടാണ് നദി ഒഴുകുന്നത്. അപ്പോൾ അതിൻ്റെ വടക്ക് ഭാഗത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ദ റിവർ ആൻഡ് ദ ബോർഡർ ദർ ഇസ് എ ബഫർ സോൺ. അപ്പോൾ ആ ബഫർ സോണിലേക്ക് ഒരു കാരണവശാലും ഹിസ്ബുള്ള പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ ഹിസ്ബുള്ള എന്നുള്ളത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഇവർ ശരിക്കും പിന്നെ നമ്മൾ പറഞ്ഞു ഇറാന്റെ ഒരു വേട്ടപ്പെട്ടിയാണ് ഇവർ. ഇറാനാണ് ഇവറ്റകളെ വളർത്തുന്നത്. അത് അവരുടെ മതപരമായിട്ടുള്ള താല്പര്യത്തിന്റെ പേര് ഷിയാക്കളാണ്. അപ്പോൾ ഈ ഷിയാക്കളായിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ റീജിയനിലൊക്കെ സാധാരണക്കാർ താമസിക്കുന്നുണ്ട്. അപ്പം ഇസ്രായേൽ ഫോഴ്സ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടെ താമസിച്ചിരുന്നത് 10 ലക്ഷത്തോളം ആളുകൾ അവിടെ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയിപ്പെട്ടു. വലിയൊരു ഏരിയയാണ് ഇത്, വലിയൊരു ഏരിയയാണ്. ഈ ലിത്താനി റിവറിന്റെ ഇപ്പുറത്തേക്കുള്ളത് മുഴുവൻ ഇസ്രായേൽ പിടിച്ചടക്കി കഴിഞ്ഞു. അപ്പോൾ അത് വലിയൊരു ഏരിയയാണ്. അവിടുന്ന് ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ അവിടെ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയിപ്പോയിട്ടുണ്ട്. 10നും 15നും ഇടയ്ക്ക് ലക്ഷം. ഇതിനകത്ത് ഈ പറയുന്ന ഷിയാക്കളുണ്ട്. അപ്പോൾ ഈ ഷിയാക്കൾ മുഴുവൻ ഈ ഹിസ്ബുള്ളയുടെ സപ്പോർട്ടേഴ്സാണ്. അപ്പോൾ അവരുടെ ഷിയാക്കളുടെ വീട്ടിലൊക്കെ ആയിരുന്നു ഇവർ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത്. ആ വീടുകളെല്ലാം ഇസ്രായേൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അത് മിസൈൽ അയച്ച മുമ്പ് വെച്ചൊക്കെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അത് വലിയൊരു ബർഡനാണ്. ഈ ഷിയാക്കളുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ വീടും കാര്യങ്ങളെല്ലാം പുനർനിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഹിസ്ബുള്ളയുടെ ആദ്യത്തെ ആവശ്യം. ഇല്ലെങ്കിൽ ഇത് കിട്ടിയില്ലെങ്കിൽ ഇവർ മുഴുവൻ ഇവർക്ക് ഹിസ്ബുള്ളയ്ക്ക് എഗനസ്റ്റ് ആവും. അവർ ഹിസ്ബുള്ളക്കാരല്ല, ഹിസ്ബുള്ളയെ മനസ്സുകൊണ്ട് സഹായിക്കുന്ന ആളുകളാണ്. അപ്പം അവരുടെ സ്വത്തുക്കളാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പോൾ ആ സ്വത്തുക്കളൊക്കെ പുനർനിർമ്മിച്ചു കൊടുത്തില്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ കാര്യം പോക്കായിപ്പോൾ. അപ്പോൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ദേ ആർ ടോട്ടലി എൻഗേജ്ഡ്. ഇതൊന്ന് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ആവശ്യം. അപ്പോൾ അതിലേക്ക് അവർ പോയിക്കോളും. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ കൃത്യമായ മെസ്സേജ് കൊടുത്തിട്ടാണ് അവിടെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ആ വെടിനിർത്തൽ നടപ്പാകുന്നത് ഇന്നലെ 4 മണിക്കാണ്. ഈ ലെബനോണിൽ 1 മാസം കൊണ്ട് ചെയ്ത ആക്രമണം മുഴുവൻ അവർ അതിനും തൊട്ട് മുൻപ് ഏകദേശം 3 മണി സമയത്ത് ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളും അടിച്ചിട്ടുണ്ട്. 1 മണിക്കൂറുണ്ട് അടിച്ച് ശരിയാക്കിയിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെ ഫ്ലാറ്റ് ആക്കാനുണ്ടോ അത് മുഴുവൻ അവർ ആ 1 മണിക്കൂറിന്റെ തകർത്ത് തരിപ്പണാക്കിയ ശേഷമാണ് ആ 4 മണിക്ക് തൊട്ട് മുമ്പ് ഉത്സവത്തിന്റെ വെടിക്കെട്ടിന്റെ അവസാനത്തിൽ രാത്രി എത്തിക്കുന്നത് പോലെ അതങ്ങ് തീർന്നു പോയത്. അപ്പോൾ അവരൊരു മെസ്സേജ് കൊടുത്തു, അവർ അടങ്ങിയിട്ടില്ല എന്നുള്ള ഒരു മെസ്സേജ്. 2, ഇന്നലെ ഈ ട്രൂസിന് ശേഷം അവർ ഒരു ട്രക്കിനെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രക്കിൽ ഹിസ്ബുള്ള ഭീകരരാണ് സഞ്ചരിക്കുന്നതെന്ന സംശയത്തിലാണ്, അവരുടെ കയ്യിൽ ആയുധമുണ്ടെന്ന സംശയത്തിലാണ് തങ്ങൾ അവരെ ആക്രമിച്ചതെന്നാണ് ഇവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സംശയം തോന്നിയാൽ അവർ ആക്രമിക്കുമെന്ന ആ മെസ്സേജും അവർ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 3-ാമത്തെ കാര്യം, ഈ ട്രൂസിലേക്ക് വരുന്ന സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് അവരുടെ ഫോഴ്സിന് ഇതിപ്പോൾ 1 വർഷത്തിലധികമായി ഹമാസുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട്, അതുപോലെ ഇവിടെയും കാര്യമായ യുദ്ധം നടക്കുന്നു, സിറിയയിൽ യുദ്ധം നടക്കുന്നുണ്ട്. പട്ടാളക്കാർ വളരെ ക്ഷീണിതരാണ്. പട്ടാളക്കാർ തമ്മിൽ ചെറുപ്പക്കാരാണ്. മറ്റേ ഈ ഇറാൻ്റെയൊക്കെ പോലെ 10 ലക്ഷം പട്ടാളക്കാർ റിക്രൂട്ട് ചെയ്ത് വെച്ചവരല്ല ഇവർ. അവരുടെ പട്ടാളക്കാർ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും പട്ടാളക്കാരാണ്. അപ്പോൾ അവർ ആവശ്യം വരുന്ന സമയത്ത് ആളുകളെ കൊണ്ട് വിളിക്കുകയാണ്, ഒരു മിനിമം ട്രെയിനിങ് കൊടുത്ത് ഫീൽഡിലേക്ക് ഇറക്കി വിടുകയാണ്. ഇതെല്ലാം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസും പിന്നെ അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കൊരു വിശ്രമം ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് വിശ്രമിക്കാനുള്ളൊരു അവസരം, അതാണ് 1-ാമത്തെ കാര്യം. 2, ഞങ്ങളുടെ ആയുധപ്പുരകൾ നിറയ്ക്കണം എന്നാണ്. അതായത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇസ്രായേലിനെ ഈ നെഗോസിയേഷൻ ടേബിളിലേക്ക് വലിച്ചു കൊണ്ടുവന്നു എന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഫ്രാൻസിനും അമേരിക്കയും അതിൻ്റെ ബേർഡനുണ്ട്. അപ്പോൾ ഇവരിതിന് പകരമായിട്ട് ഈ ട്രൂസിന്, ഈ വെടിനിർത്തലിന് പകരമായിട്ട് ഇവർ ഫ്രാൻസിനോടും അമേരിക്കയോടും ചോദിച്ചത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആയുധങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അമേരിക്കയും ഫ്രാൻസും ഇവർക്ക് ധാരാളമായിട്ട് ആയുധങ്ങൾ, അവർ ചോദിക്കുന്ന ആയുധങ്ങൾ അത് കൃത്യമായിട്ട് അവർ കരാറാക്കിയിട്ടുണ്ടാവും. ആ ആയുധങ്ങൾ അമേരിക്കയും ഫ്രാൻസും ഇവർക്ക് കൊടുക്കേണ്ടി വരും. ഫ്രാൻസ് ആയുധങ്ങൾ കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ്. കാരണം ലെബനോണെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഫ്രാൻസ് ആയിരിക്കും മിക്കവാറും കൂടുതൽ ആയുധങ്ങൾ കൊടുക്കേണ്ടി വരിക. ഫ്രാൻസിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട്. ഇസ്രായേലിനും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവരെ സംബന്ധിച്ച് കൂടുതൽ ആവശ്യമുണ്ട്. അപ്പം അത് ആയിരിക്കും ഈ ട്രൂസിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് വിചാരിക്കുന്നു. ഇത് 60 ദിവസത്തേക്കാണ് വെടിനിർത്തൽ പറഞ്ഞിട്ടുള്ളത്. ഇത് 60 ദിവസം വരെ എത്തുമോ? പല ഇന്റർനാഷണൽ എക്സ്പേർട്ടുകളും ഇത് ചിലപ്പോൾ ഒറ്റ ദിവസത്തിനുള്ളിൽ വയലേറ്റ് ചെയ്ത് പോയേക്കും. കാരണം ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭീകര സംഘടനയാണ്. അവർക്ക് അത്ര കൃത്യമായൊരു കോർഡിനേഷൻ ഒന്നുമില്ല. അപ്പോൾ അവരുടെ ഒരു കമാൻഡർ പറഞ്ഞാൽ നിർത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും നിർത്തിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന്, ഏതെങ്കിലും ഒരു കമാൻഡറുടെ കീഴിൽ നിന്ന് ഒരുപക്ഷെ ആക്രമണം ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആ നിമിഷം ഈ യുദ്ധം വീണ്ടും ഇരട്ടി ശക്തിയിൽ പൊട്ടിപ്പുറപ്പെടും. ലെബനോൺ ഏകദേശം 10,000 പട്ടാളക്കാരെ ഈ പറഞ്ഞ റീജിയനിലേക്ക് ഡിപ്ലോയ് ചെയ്തുകൊണ്ട് അവർ സൂപ്പർവൈസ് ചെയ്താണ് പറയുന്നത്. പക്ഷേ ഇസ്രായേൽ വളരെ കർക്കശമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു സിംഗിൾ ആക്ടിവിറ്റി കണ്ടാൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സിംഗിൾ ആക്ടിവിറ്റി എങ്ങനെയാണ് ഇവർക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കുക? അത്തരം കാര്യങ്ങൾ ഈ പറയുന്ന ട്രൂസ് ട്രീറ്റിയിൽ, ഇസ്രായേൽ ട്രീറ്റിയിൽ എഴുതി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടും ഈ ട്രീറ്റിയെ സംബന്ധിച്ച സംശയമുണ്ട്. 3,
ഇതിന്റെ അഡ്വാൻറ്റേജ് ജോ ബൈഡൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ട്രംപ് വരുമ്പം എന്താവും എന്നുള്ളൊരു വിഷയമുണ്ട്. 60 ദിവസം എന്നുള്ളൊരു കണക്കും കൂടെ നോക്കി വെക്കണം. അത് ട്രംപ് വരാനുള്ള സമയമാണ്. ആ സമയത്ത് എന്താ സംഭവിക്കാന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ IDF സംബന്ധിച്ച് അവർക്ക് അവരുടെ എല്ലാ താല്പര്യങ്ങളോടെ കഴിഞ്ഞു. ഈ യുദ്ധം നിർത്തിയത് കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇസ്രായേലിന് തന്നെയാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട യുദ്ധമുഖം അവർക്ക് വേണ്ട റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്ത ശേഷം ഭീകരന്മാരെ ലിതാനി റിവറിന്റെ വടക്ക് ഭാഗത്തേക്ക് ഓടിച്ചുകൊണ്ട് 30 കിലോമീറ്റർ വരുന്ന വലിയ ഒരു ഏരിയ ഈ ഹിസ്ബുള്ളയിൽ നിന്ന്, ഹിസ്ബുള്ള മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്ന ഏരിയയാണ്. അവരുടെ മുഴുവൻ യുദ്ധസന്നാഹങ്ങൾ അവിടെയായിരുന്നു. അപ്പോൾ അവിടെ കയറി കൃത്യമായിട്ട് അത് മുഴുവൻ പെറുക്കിയെടുത്ത് അവരുടെ ടണലുകളും അവരുടെ റോക്കറ്റ് ലോഞ്ചറുകളും അവരുടെ റോക്കറ്റുകൾ സംഭരിച്ചു വെച്ചിരുന്ന സ്ഥലങ്ങളും എല്ലാം തകർത്ത് തരിപ്പണമാക്കിയത് ക്ലീൻ ആക്കിയ ശേഷമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ ബോർഡറിൽ 30 കിലോമീറ്റർ റീജിയനിലേക്ക് ഹിസ്ബുള്ളയ്ക്ക് കടക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു ട്രീറ്റിയിലെ ഒരു പോയിന്റാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാറാണിത്. സോ അഡ്വാൻറ്റേജസ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനി ഹമാസിന്റെ നേരെ, ഹമാസ് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ഇന്ന് തന്നെ ഈജിപ്തിൽ നിന്ന് ഈ ഗാസയിലെ വെടിനിർത്തലിന് വേണ്ടി ഹമാസിന്റെ റിക്വസ്റ്റുമായിട്ട് ഈജിപ്തിൽ നിന്ന് എൻവോയ് പുറപ്പെടുന്നുണ്ടെന്ന് ഇന്ന് ന്യൂസുകളുണ്ട്. അപ്പം ഹമാസിനെ സംബന്ധിച്ച് ഇനി അവർക്കറിയാം ഇത്രയും കൂടെ പട്ടാളക്കാരിനി ഈ റീജിയനിലേക്ക് വരികയാണ്, ഓരോ പൊത്തും അവർ കൈയിട്ട് പരിശോധിക്കും, എവിടെ ഒളിച്ചിരുന്നാലും പിടിച്ചു കൊല്ലും, കഴുത്തറത്ത് കൊന്നുകളെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഇനി എത്രയും വേഗം അവിടെ ഒരു സീസ്ഫയർ കിട്ടുമെന്നാണ് അവർ നോക്കുക. നിശ്ചയമായിട്ടും ഇസ്രായേൽ ഡിക്റ്റേറ്റ് ചെയ്യുന്ന വഴികളിലൂടെ മാത്രമേ സീസ്ഫയറുകൾ ഉണ്ടാവുകയുള്ളൂ. ബന്ദികളുടെ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അതങ്ങനെ. അതിനിടയിൽ കൂടി ഇസ്രായേൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഇറാന്റെ മേലെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നതാണ്. അത് ഇറാനെ സംബന്ധിച്ച് വലിയൊരു ഭീഷണിയാണ്. അപ്പം അവർ പറയുന്നത് അവരുടെ ഫോഴ്സിനെ അവർക്ക് വിശ്രമം കൊടുത്ത് അവരെ കൂടുതൽ യുദ്ധസജ്ജരാക്കണം, അവരുടെ ആയുധ പുരകൾ നിറയ്ക്കണം, ഇറാന്റെ മേലെ കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭീഷണി എങ്ങോട്ടാണ് പോകുന്നത്? ഭീഷണി പോകുന്നത് ഇറാന്റെ നേരെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന്റെ നെഞ്ചെടുപ്പ് കൂട്ടാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ സീസ്ഫയർ ഉണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. എന്തായാലും യുദ്ധം ഒരു ഭാഗത്ത് നിലച്ചു എന്നുള്ളതും മറ്റു ഭാഗങ്ങളിലെ യുദ്ധങ്ങൾ വളരെ വേഗം തന്നെ തീർന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതും വളരെ ശുഭകരമായ വാർത്തയാണ്. ലോകത്തിന് വലിയ പ്രയാസം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ആണ് ഇപ്പോൾ നിലയ്ക്കാൻ പോകുന്നത്. പെട്രോൾ ഡീസലിന് നല്ലതുപോലെ വില കുറയാനുള്ള സാധ്യതയുണ്ട്. ഗോൾഡിന് വില കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഈ യുദ്ധവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികളായിരുന്നു. വളരെ ശുഭകരമായ വാർത്തയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ മെച്ചപ്പെട്ട ഒരു സീസ്ഫയർ അഗ്രിമെന്റുമാണ്. നിർത്തുന്നു. നന്ദി.